അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മ. ആ ഇസ്മ നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മാണ്. ആ ഇസ്മിന്റെ പ്രത്യേകത, ആ ഇസ്മ ചൊല്ലി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദുആഉം തള്ളപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ടുള്ള ദുആക്ക് വലിയ ഇജാബത്തുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും എന്നുള്ളത് കിതാബുകളിൽ കാണാം. അങ്ങനെ വളരെ ശ്രേഷ്ഠമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ കച്ചവടം നടക്കാത്ത, ബിസിനസ് ഒന്നും വളർച്ചയിലെത്താത്ത, എപ്പോഴും തകർന്നു പോകുന്നു, കച്ചവടം തീരെ നടക്കുന്നില്ല, ആളുകൾ അതിലേക്ക് അടുക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്ക് അവർ ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങളില്, അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഈ ഇസ്മ പ്രത്യേകം എഴുതി വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങോട്ടേക്ക് വളരെയധികം ആകൃഷ്ടരാകും. ഈ ഗർഭമലസുന്ന സഹോദരിമാരൊക്കെയുണ്ട്, പ്രഗ്നന്റ് ആവാത്ത, മക്കളില്ലാത്ത, ഇങ്ങനെ ആയത് തന്നെ അലസിപ്പോകുന്നവരൊക്കെ, അവർക്കൊക്കെ ഈ ഇസ്മ എഴുതി ചുമന്ന് നടന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മിന്റെ വലിയ പവിത്രത കൊണ്ട് അവർക്ക് അത്തരം ബുദ്ധിമുട്ടുകളെ തൊട്ട് വലിയ കാവല് നൽകുമെന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കമില്ലാതെ, പിണക്കത്തോടുകൂടെ ഐക്യമില്ലാതെ നടക്കുന്ന ആളുകൾക്കിടയിലൊക്കെ ഐക്യമുണ്ടാകാൻ വേണ്ടി അവരറിയാതെ അവർക്ക് ഈ ഇസ്മ മന്ത്രിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവർ തമ്മിൽ നല്ല ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെട്ട അതിവിശിഷ്ടമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഇസ്മിന്റെ പൊരുളറിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ അവരിലേക്ക് എത്തും. മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആസഫിനോട് അവര് മറ്റേ ബൽക്കിസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ, ഞാൻ കണ്ണിമ വെട്ടി തുറക്കുന്നതിന്റെ മുമ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആസഫ് എന്നവരത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഇതിന്റെ പൊരുളൊക്കെ അറിഞ്ഞത് കൊണ്ടാണ്. ആ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലും മാത്രമാണ്. ചൊവ്വാഴ്ചയിൽ വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. കൃത്യസമയം പാലിക്കാതെ എപ്പോഴെങ്കിലും വിളിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തത് എന്ന് ഓർമ്മപ്പെടുത്താണ്. സമയം പാലിച്ച് വിളിക്കുന്നവർക്കൊക്കെ കിട്ടുന്നത് കൊണ്ടാണല്ലോ അത്രയും ആളുകൾ ഇവിടെ ഓരോ ചൊവ്വാഴ്ചകളിലും കൺസൾട്ടേഷൻ വരുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമയം നോക്കിയിട്ട് മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മിൽ ഒരുപാട് ആളുകൾ വലിയ പ്രയാസം. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ.
ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കണം. നമ്മിൽ ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. ആ ആളുകള് അവരൊക്കെ എപ്പോഴും നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾക്ക് അവരോട് പറയാറുള്ളത്, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന നമ്മുടെ മജ്ലിസ് ഉണ്ട്, ആ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കുകയും എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന ഒരു വലിയ അത്ഭുതമാണ് പ്രിയമുള്ളവരെ. അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചവർക്ക് ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമായിട്ടുണ്ട്, കടങ്ങൾ വീടാൻ കാരണമായിട്ടുണ്ട്, രോഗങ്ങൾ ശിഫയാകാൻ കാരണമായിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന അത്ഭുതങ്ങളുടെ കലവറയാണ്. അതിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചാൽ, ഓരോ ഇസ്മിന്റെയും ശ്രേഷ്ഠതകളും അതിന്റെ മഹത്വങ്ങളും അതുകൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലും പകർത്താനും ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ഏതെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഇസ്മുകൾ ആ കൂട്ടത്തിലുണ്ട്. വലിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആ രോഗങ്ങൾ മാറാൻ പാകമാകുന്ന ഇസ്മ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. കുടുംബജീവിതം തകരാറിലായവർക്ക് ആ തകരാറിലായ കുടുംബത്തെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഇസ്മ അതിലുണ്ട്. ലഹരിക്കടിമപ്പെട്ട് ദുസ്വഭാവത്തിൽ കഴിയുന്ന ചീത്ത സ്വഭാവത്തോടുകൂടെ നടക്കുന്ന മക്കളുടെ സ്വഭാവം നന്നാക്കിയിട്ട് മാതാപിതാക്കളോടും ദീനിനോടും ഇണങ്ങുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഇസ്മ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും പ്രയോഗിക്കാവുന്ന അമലുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ വലിയ വലിയ കിതാബുകളുണ്ട്. ആ കിതാബുകളിലൊക്കെ മഹാന്മാർ ഒരു ഇസ്മിനെ കുറിച്ച് മാത്രം പറയാൻ എത്ര പേജുകളാണ് ചെലവഴിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങൾ, അതിവിശിഷ്ടമായ നാമങ്ങളുടെ അർത്ഥങ്ങള്, ആ അർത്ഥങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുള്ള അർത്ഥങ്ങൾ വരുന്ന ഇസ്മുകള്, ആ ഇസ്മുകൾ ഒരു കൃത്യമായ എണ്ണത്തിൽ ചൊല്ലാൻ വേണ്ടി പറയുകയും ആ എണ്ണത്തിൽ ചൊല്ലുമ്പോഴേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും നാം കാണുന്നുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമുള്ള കാര്യമാണ്. റിയാദ എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള വിഷയം കൂടെയാണ്. അപ്പൊ അത് പ്രത്യേകം അത് ചോദിച്ച് മനസ്സിലാക്കി അത് അറിഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഇസ്മ അസ്മാഉൽ ഹുസ്നയിലെ ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ഇസ്മാണ്. വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ് ഈ നാമം. ഈ ഇസ്മുൽ അഅ്ലമാണെന്ന് അഭിപ്രായപ്പെട്ട ഇമാമുകളുണ്ട്. ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ മഹോന്നതമായ നാമങ്ങളാണ് ഇസ്മുൽ അഅ്ലം. അപ്പൊ ഈ ഒരു ഇസ്മ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുൽ അഅ്ലമുകളിൽപ്പെട്ട ഒരു ഇസ്മാണെന്നാണ് പറയുന്നത്. ഈ ഇസ്മ പതിവായി ഉരുവിടുന്നവരിൽ അത്ഭുതങ്ങളുടെ കലവറ തുറക്കപ്പെടുമെന്നുള്ളതാണ്. പൂർണ്ണ ശുദ്ധിയോടുകൂടെ ഈ ഇസ്മ നാം ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രൗഢിയെ കുറിക്കുന്ന ദിവ്യനാമമാണ് യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്നത്. വളർമയും ആദരവും ഉടയവൻ എന്നും ബഹുമാനാദരവുങ്ങൾ ഉടയവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ പൂർണ്ണതയിലെത്തിയവനാണ്. അവനക്കൊരു ന്യൂനതകളുമില്ല, അവനക്കൊരു അയ്ബുകളുമില്ല. എല്ലാ ന്യൂനതകളെ തൊട്ടും മനുഷ്യരുടെ കേൾവിയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര ഭാഗം മാത്രമേ അവന് കേൾക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഇത്ര പരിധിക്ക് നിന്നാൽ മാത്രമേ അവൻ ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കാൻ സാധിക്കൂ. കുറച്ചങ്ങോട്ടേക്ക് മറഞ്ഞുപോയാൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റു ജില്ലയിലേക്ക് സംസാരിച്ചാൽ കേൾക്കാൻ കഴിയൂല. അവന്റെ കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്കും പരിധിയുണ്ട്. നിങ്ങളിപ്പോൾ ഈ എന്റെ സംസാര റൂമിൽ നിന്നാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചുമരുകൾക്കപ്പുറത്തേക്കുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അഥവാ നമ്മുടെ കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് പരിധിയുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങേയറ്റം അള്ളാഹുവിന്റെ പൂർണ്ണതയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കേൾവിക്കും നമ്മുടെ കാഴ്ചക്കൊക്കെ പരിധിയുണ്ട്. പക്ഷെ അങ്ങനെ പരിധിയില്ലാത്ത പൂർണ്ണമായ വളർച്ചയിലെത്തിയവൻ, പൂർണ്ണമായ വളർമയും ആദരവും ഉടയവനാണ് പടച്ച റബ്ബ്, റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ അമലുകളിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളർമയും ആദരവും ഉടയവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ബഹുമാനാദരങ്ങളുടയവൻ എന്നാണ്. ജലാൽ
ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ് അർത്ഥം. ഇക്റാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബഹുമാനം, ആദരവ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പൊസിഷനിലാണുള്ളത്. ഈ ഇസ്മ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ ഇത് ഈ ഇസ്മ കൊണ്ടുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാമി അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാമി അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാമി അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. ഈ ഇസ്മ നമ്മൾ 3 തവണ ഒരു പ്രത്യേകമായ ഒരു സമയത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. അറിയുന്നവരൊക്കെ എഴുതുക, എല്ലാവർക്കും അറിയാം ഇൻഷാ അല്ലാഹ്. എന്നാലും എഴുതുമ്പോൾ ഒരു ബറക്കത്തല്ലേ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ എല്ലാ ദിവസവും 3 തവണ അത് ചൊല്ലാറുണ്ട്. ആ ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. ഈ ഇസ്മിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്, വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അമലുകൾ ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപയോഗിക്കാനും അത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് പതിവായി ചൊല്ലുന്നവരുടെ ദുആ അത് തള്ളപ്പെടുകയില്ല, അത് തട്ടപ്പെടുകയില്ല, ആ ദുആ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ എപ്പോഴും ആഗ്രഹമുള്ളതാണ് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണം, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണം, നമ്മെ അല്ലാഹു ഒഴിവാക്കി കളയരുത്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ഇസ്മിനെ ഇതിന്റെ അക്ഷരസംഖ്യ ഞാൻ പറയുന്നുണ്ട്. ഇതിന്റെ അക്ഷരസംഖ്യ അനുസരിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകമായ എണ്ണം അനുസരിച്ചോ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ മതി. നമ്മൾ ഈ ഇസ്മുകളൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ പറയുന്നു, അതിന്റെ ആശയങ്ങൾ പറയുന്നു, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ കൃത്യമായി പറയാൻ കാരണം നമ്മൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് ചെയ്യുന്ന ഓരോ വീഡിയോസുകളും കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകളെ ഇത് കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. പല ആളുകളും ഇവിടെ വരുമ്പോൾ നേരിട്ട് വരുന്ന സമയത്തൊക്കെ അവര് ഒരു നോട്ട്ബുക്ക് ആയിട്ട് വരുന്നത് പലപ്പോഴും കാണാറുണ്ട്. ആ നോട്ട്ബുക്കിൽ അവര് ഉസ്താദ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനിതാ ഈ നോട്ട്ബുക്ക് കഴിഞ്ഞ് അടുത്ത നോട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവർ വരെയുണ്ട്. അങ്ങനെ കൃത്യമായി എഴുതി വെക്കുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ അമല് ഈ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ഇസ്മ സ്ഥിരമായി ഓതുന്ന ചൊല്ലുന്നയാളുടെ പ്രാർത്ഥന ദുആ അല്ലാഹു തട്ടുകയില്ല എന്നുള്ളതാണ്. ഞാൻ കുറേയായി ദുആ ചെയ്യുന്ന, അല്ലാഹുവിന്റെ ദുആ കേൾക്കുന്നില്ല, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നൊന്നും പരാതി പറയാൻ പാടില്ല. അല്ലാഹുവിന് എപ്പോഴാണോ നമുക്ക് അതൊക്കെ നൽകേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകിയിരിക്കും. അപ്പോൾ ഏത് ആഗ്രഹങ്ങൾ നിറവേറാനും, രണ്ടാമത്തെ അമല് ഏത് ആഗ്രഹങ്ങൾ നിറവേറാനും യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത് ഏതെങ്കിലും ഒരു കൃത്യമായ എണ്ണം ഉപയോഗിച്ച് ചൊല്ലിയിട്ട് പ്രത്യേകം അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുമെന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഹദീസുകളിലൊക്കെ യാദൽ ജലാലി വൽ ഇക്റാം എന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെയുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത് കൊണ്ട് ദുആ ചെയ്യുവിൻ. കാരണം അതുകൊണ്ട് ദുആ ചെയ്ത ഇജാബത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് യാദൽ ജലാലി വൽ ഇക്റാമി അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. എന്താണ് അതിന്റെ അർത്ഥം? മുസ്ലിമായിട്ട് നമ്മെ മരിപ്പിക്കണേ എന്നുള്ളത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ഇസ്മേത യാദൽ ജലാലി വൽ ഇക്റാം. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞ് കുറച്ച് തവണ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ ഖബൂലാക്കട്ടെ. മരണപ്പെടുന്ന സമയത്ത് മുഅ്മിനായി മുസ്ലിമായി മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിൽ 900 പ്രാവശ്യം ബിയദിഹിൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, ബിയദിഹിൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റ് 900 പ്രാവശ്യം കുറച്ച് വെള്ളമെടുത്ത് അതിലെ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതാം. ഓരോ തവണയും ഊതാൻ കഴിയുന്നവരങ്ങനെ ഊതാ, അല്ലെങ്കിൽ ഒരു കൃത്യമായ എണ്ണം കഴിഞ്ഞ് ഊതാൻ കഴിയുന്നവര് ഒരു 100 തവണ കഴിഞ്ഞിട്ട് ഊതാ, 100 തവണ കഴിഞ്ഞിട്ട് ഊതാ. ഓരോ സമയത്തും കഴിയുന്നവരങ്ങനെ ചെയ്യാം. ഒരു 101 തവണയാണെങ്കിൽ അങ്ങനെ 313 തവണ ഓതിയിട്ട് ഊതാ. അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ തിരഞ്ഞെടുക്കുക ഓരോരുത്തർക്കുള്ള സമയത്തിനനുസരിച്ച്. ബിയദിഹിൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് ഒരു പാത്രം വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക. ഒരു ബോട്ടിലൊക്കെ വെള്ളം എടുത്താൽ ഒരുപാട് സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ.
അപ്പോ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ബിയദിഹിൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 900 പ്രാവശ്യം പ്രത്യേകം ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതിയിട്ട് ആ വെള്ളം ഒരു രോഗിക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ഏത് ശക്തിയായ രോഗവും വളരെ പെട്ടെന്ന് സുഖപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ് ആ ദിക്റ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിലൊക്കെ അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെയുള്ള ആളുകള് അത് വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഇസ്മൊക്കെ ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് മന്ത്രിച്ചിട്ട് കുടിക്കാൻ കൊടുത്താൽ വലിയ ശ്രേഷ്ഠതയുണ്ടാകും. മുമ്പ് നമ്മുടെ ദർസിലെ മുതഅല്ലിമീങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇബത്വാലിന്റെ ആയത്തുകളുണ്ട്. ഇബത്വാലു സിഹറിന്റെ, ഇബത്വാലുൽ ഐനിന്റെ, സിഹർ ബാത്തിലാക്കാനുള്ള ആയത്തുകള്, ആയത്തു ഷിഫ, ഷിഫായിന്റെ ആയത്തുകള്, ഇങ്ങനെയുള്ള ഖുർആനിലെ പ്രത്യേകമായ ചില ആയത്തുകളുണ്ട്. രോഗശിഫായിനുള്ള ആയത്തുകള്, സിഹർ ബാത്തിലാക്കാനുള്ള ആയത്തുകള്, ഐന ബാത്തിലാക്കാനുള്ള ആയത്തുകള്, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ കൂടിയിട്ട് എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മളതിൽ പ്രത്യേകം ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചൂതും. ഒരു വെള്ളം, ആ വെള്ളത്തിൽ മന്ത്രിച്ചൂതിയിട്ട് നമ്മുടെ അടുക്കൽ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ആ വെള്ളം കൊടുക്കാറുണ്ട്. നല്ല ഷിഫ ഉള്ളതാണ്. കാരണം മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് എല്ലാ ദിവസവും എഴുന്നേറ്റ് അവർ ഖുർആൻ ഓതിയിട്ട് ആയത്തു ഷിഫ, സിഹർ ബാത്തിലാക്കാനുള്ള ആയത്തുകളൊക്കെ ഓതിയിട്ട് നമ്മൾ മന്ത്രിക്കുന്ന ആ വെള്ളം അത് കൊടുത്തു കഴിഞ്ഞ് വലിയ ഷിഫ ലഭിക്കും. കാരണം വിശുദ്ധ ഖുർആനാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നല്ല ഒരു ബോട്ടിലെടുക്കുക, വൃത്തിയുള്ള ബോട്ടിലെടുക്കുക, നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക, അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക. അതെടുത്തിട്ട് അതില് ബിയദിഹിൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന പവിത്രമായ ആയത്ത്, ആ ആയത്ത്, ആ ഒരു ദിക്റ് 900 തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് അത് ഊതി വെക്കുക വെള്ളം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ, എന്തെങ്കിലും രോഗങ്ങൾ വരുന്നറിയുമ്പോ, നല്ല പനി വരുന്ന സമയത്ത് അത് ഉപയോഗിക്കുക. അതുകൊണ്ട് നനച്ചു കൊടുക്കുക, അത് കുടിക്കാൻ കൊടുക്കുക, ബിസ്മി ചൊല്ലി കുടിക്കാൻ പറയുക. നല്ല ശിഫ ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടത്തില് വലിയ പുരോഗതിയില്ലാത്ത ആളുകളെ കടയൊന്നും ഓപ്പൺ ചെയ്തു വെക്കും, ഒരാളും വരൂല. പലരും അങ്ങനെ പറയുന്നു, ഉസ്താദ് ആദ്യം 8,000 9,000 രൂപക്ക്, 30,000 40,000 രൂപക്കൊക്കെ കച്ചവടം ഉണ്ടാവലുണ്ട്, ഇപ്പൊ തീരെ നടക്കുന്നില്ല. അപ്പൊ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് എത്രത്തോളം അതിന്റെ നഷ്ടം എത്രത്തോളം സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി അവരോട് ചോദിക്കും, ഇന്നലെ കട തുറന്നിരുന്നോ? അതെ, ഇന്നലെ തുറന്നിരുന്നു. എത്ര രൂപക്കാ കച്ചവടം നടന്നത്? ഉസ്താദ് ഇന്നലെ കാര്യമായിട്ടൊന്നും നടന്നില്ല, അവിടെ നിർത്തിയ ആ സ്റ്റാഫിന് വരെ ക്യാഷ് കൊടുക്കാനുണ്ടായില്ല. അപ്പൊ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. 30,000 40,000 രൂപയ്ക്കൊക്കെ സീസൺ സമയങ്ങളിൽ കച്ചവടം നടന്നിരുന്ന പല സ്ഥാപനങ്ങളിലും, പല കച്ചവട സ്ഥാപനങ്ങളിലൊന്നും ഒരു പുരോഗതിയുമില്ലാതെ ഡെഡായി കിടക്കുന്ന പല അവസ്ഥകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു ഇസ്മ യാദൽ ജലാലി വൽ ഇക്റാം അത്ഭുതങ്ങളുടെ കലവറയാണ്. ഈ ഒരു ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് അത് എഴുതിയിട്ട് ആ കടയിൽ വെച്ച് കഴിഞ്ഞാൽ കച്ചവടം വർദ്ധിക്കും, ബറക്കത്തുണ്ടാകും, ജനങ്ങൾ അങ്ങോട്ട് വളരെയധികം ആകൃഷ്ടരാകും, വളരെയധികം സന്തോഷത്തോടുകൂടെ ആ കച്ചവടം നടന്നു കാണാൻ അവന് സാധിക്കും എന്നുള്ളതാണ്. അതവനക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനൊക്കെ വേണ്ടത് നല്ല ആത്മാർത്ഥത വേണം പ്രിയമുള്ളവരെ. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വേണം, വിശ്വാസത്തോടുകൂടെ ചെയ്യണം. അപ്പോഴാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാളകളൊക്കെ വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. വളരെ പെട്ടെന്ന് റിയാള പൂർത്തിയാക്കി വീട്ടാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ റിയാളയുമായി ബന്ധപ്പെട്ട് അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റിയാള വീട്ടേണ്ടത്, എന്താണ് റിയാള വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് റിയാള വീട്ടേണ്ട രൂപങ്ങൾ ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ കച്ചവടം നടക്കാത്തവര്, ബിസിനസ്സിൽ ഡള്ളായി കിടക്കുന്നവര്, വീട്ടിൽ നിന്നൊക്കെ ഓരോ സംരംഭങ്ങൾ നടക്കുന്നവരുണ്ട്, അച്ചാറുണ്ടാക്കി വിൽക്കുന്നവര്,
അതേപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്ന ആളുകൾ, അതേപോലെയുള്ള വീട്ടിലുള്ള ചില വീടിൽ നിന്ന് ഹെയർ ഓയിലുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ വലിയ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചെയ്തു നോക്കിയാൽ അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. അതേപോലെ തന്നെ ഈ മക്കളില്ലാത്തവര്, അതേപോലെ മക്കളായിട്ട് പോകുന്നവരുണ്ട്, ഗർഭം അലസി പോകുന്ന ആളുകളെ, അബോഷനായി പോകുന്ന ആളുകളെ, അത്തരം ആളുകളൊക്കെ ഗർഭസംബന്ധമായ വിഷയങ്ങൾ, യൂട്രസിലൊക്കെ സിസ്റ്റ് ഉള്ള ആളുകളെ, മുഴയുള്ള ആളുകളെ, അതേപോലെ തന്നെ ഈ ഓവറിയും യൂട്രസൊക്കെ എടുത്തു കളയാൻ വേണ്ടി ഡോക്ടർമാർ വിധിക്കപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട്, ഗർഭാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവര്. ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ അത് എഴുതിയിട്ട് ചുമന്ന് നടന്നാൽ മതി, വലിയ ബറക്കത്തുണ്ടാകും. അവരുടെ രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകും, മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കാൻ കാരണമാകും, അബോഷനായി പോകുന്നവരുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു നാമാണ്. ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് അതിനുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം ഐക്യമില്ലാതെ, ഇണക്കൊന്നില്ലാതെ, പരസ്പരം ദേഷ്യത്തിലും വൈരാഗ്യത്തിലൊക്കെ നിൽക്കുന്ന രണ്ടാളുകൾ, അത് വാപ്പയും മോനും ആവട്ടെ, ഭാര്യയും ഭർത്താവും ആവട്ടെ, അത് മക്കൾ തമ്മിലാവട്ടെ, ആര് തമ്മിലാണെങ്കിലും അവർക്ക് യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ഇസ്മ അതൊരു പ്രത്യേകമായ എണ്ണത്തിൽ ചൊല്ലിയിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇസ്മിന്റെ വലിയ ബറക്കത്ത് കൊണ്ട് അവർക്ക് അതിൻ്റെ ആ ഒരു വിഷയത്തിൽ ഒരു ഫത്വ ലഭിക്കാൻ കാരണമാകും, അവർക്കിടയിൽ നല്ല സ്നേഹമുണ്ടാകാൻ കാരണമാകും. അത് അവരറിയാതെ അവർക്ക് കൊടുക്കാവുന്നതാണ്, നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷങ്ങളോളം ഈ നാമം ഉരുവിടുന്നവർക്ക് ഇതിന്റെ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കും, ഇതിന്റെ പൊരുൾ അറിയാൻ സാധിക്കും. പിന്നെ ഈ ഇസ്മ കൊണ്ട് എന്താവശ്യപ്പെട്ടാലും ഉത്തരം ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മന്ത്രിയായിരുന്ന ആസഫ് എന്നവരെ, അവരുടെ കൈവശം ഈ നാമത്തിന്റെ പൊരുളുണ്ടായിരുന്നു. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണു വെട്ടിമിഴിക്കും മുമ്പ് അവിടെ എത്തിച്ചു കൊടുക്കാൻ ആസഫിന് സാധിച്ചത് അത്തരമൊരു പൊരുൾ അറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് അതിന് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് എഴുതി ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മോഷ്ടാക്കളുടെ, അക്രമികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു CCTVയേക്കാൾ കൂടുതൽ ഫലം ചെയ്യും അങ്ങനെ ആവുമ്പോ, അല്ലേ? ഇതൊരു സ്പിരിച്വൽ ആണ്, സ്പിരിച്വാലിറ്റിയാണ്, ഒരു ആത്മീയമായ ഒരു വഴിയാണ് ഇതിനുള്ളത്. അത് നിങ്ങളുടെ ഭൗതിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു പക്ഷേ അതിന്റെ കാര്യങ്ങളൊന്നും, രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെല്ലാം. ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഇസ്മ കൂടെയുണ്ട്. ഞാനിത് പറയുന്നതിന്റെ മുമ്പ് ആ ഇസ്മ മനസ്സിലേക്ക് വന്നവരൊന്ന് എഴുതി അറിയിക്കുക. മാലിക്കുൽ മുൽക്ക് എന്ന് പറയുന്ന ഇസ്മ, മാലിക്കുൽ മുൽക്ക്, ദുൽ ജലാലി വൽ ഇക്റാം. ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളായ ഗുണവിശേഷങ്ങളാണുള്ളത്. ഈ രണ്ടു നാമങ്ങളും പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ സന്തോഷവും സ്ഥിരതയും സ്വയം പര്യാപ്തതയും കൈവരും. ആളുകളോടൊന്നും ചോദിക്കേണ്ട അവസ്ഥയുണ്ടാകൂല, ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥയുണ്ടാകൂല. അപ്പൊ എങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ചെല്ലാം? യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. ഒരു 7 തവണ ചൊല്ലിവെക്കാം. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം, 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 യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇത് സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ വലിയ അത്ഭുതങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ ചില മഹാന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ചരിത്രങ്ങൾ, കറാമത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതേപോലെയുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ അനിവാര്യമായ ഘട്ടത്തിൽ, നമുക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കും. ഈ ഇസ്മ മുറുകെ പിടിച്ച പ്രിയമുള്ളവരെ, അസ്മാഉൽ ഹുസ്ന പൊതുവെ നാം എപ്പോഴും ചൊല്ലാറുണ്ട്. അതിൽ സവിശേഷമായ ചില ഇസ്മുകൾക്ക് വലിയ ശക്തിയുണ്ട്. അതിൽപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഇസ്മ. ഈ ഇസ്മൊക്കെ, ഇതിന്റെയൊക്കെ വളരെ കഠിനമായ റിയാദകളുണ്ട് ഇതിന്, ഈ ഇസ്മിനൊക്കെ.
ചില ഇസ്മുകൾക്ക് പ്രത്യേകമായ റിയാദകളുണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ മൊത്തത്തിലുള്ള റിയാദകളുണ്ട്. അപ്പൊ ചില ഇസ്മുകളുടെ റിയാദകളൊക്കെ എന്ന് പറയുമ്പോൾ വലിയ റിയാദയാണ്, കഠിനമായ റിയാദ. അപ്പൊ ആ കഠിനമായ റിയാദകളൊക്കെ ചെയ്തു കഴിഞ്ഞ ആളുകളെ അവര് ഈ ഇസ്മ പല വിഷയങ്ങളും അവർ ഉപയോഗിക്കും. അങ്ങനെ റിയാദകളൊക്കെ കഴിഞ്ഞവര് ഇതിന്റെ കഠിനമായ റിയാദകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്താല് എന്ത് വിചാരിച്ചാലും അവരവരുടെ കാൽക്കൽ വീഴും എന്നുള്ളതാണ്. അത് ഒരു പക്ഷിയെയാണ് അവർ വിളിക്കുന്നത്. ഇതിന്റെ ഉരുക്കഴിച്ച ആളുകളൊക്കെ ആ പക്ഷി അവന്റെ കാൽക്കീഴിലെത്തും എന്നുള്ളതാണ്. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത്രയും കഠിനമായ റിയാദകൾ ചെയ്യണം, അപ്പോഴാണ് അതിന് ആ ഒരു സ്ഥിതിയിലേക്കൊക്കെ നമ്മൾ എത്തുക. ഇതിന്റെ അദദ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇസ്മുകളുടെ അദദ് പറയാറുണ്ട്. ഇതിന്റെ അദദ് 1100 ആണ്. 1100 ഇതിന്റെ അദദ്. അപ്പൊ 1100 തവണ ചൊല്ലാം. അതേപോലെ തന്നെ റിയാദ വീട്ടുമ്പോൾ നമ്മൾ റിയാദയുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഓരോ ഇസ്മിന്റെ അദദിനനുസരിച്ചാണ് റിയാദ വീട്ടേണ്ടത് എന്നുള്ളത്. ഇതിന്റെ ശേഷം ചെയ്യേണ്ട ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അളീം അൽ അഅളം അൽ ഹന്നാൻ അൽ മന്നാൻ മാലിക്കൽ മുൽക്കി ദുൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അളീം അൽ അഅളം അൽ ഹന്നാൻ അൽ മന്നാൻ മാലിക്കൽ മുൽക്കി ദുൽ ജലാലി വൽ ഇക്റാം. ഈ ദുആ ചെയ്യാവുന്നതാണ്. നിഷാദ് എഴുതി തയ്യാറാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഡിസ്പ്ലേയിൽ കാണിക്കാതിരുന്നത്. അപ്പൊ എല്ലാവരോടും ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, അസ്മാഉൽ ഹുസ്നയുടെ റിയാള അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ റിയാള പൂർത്തിയാക്കി വീട്ടുക. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും അമല് ചെയ്യുമ്പോൾ അത് വളരെ ശുദ്ധിയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിന്റെ പവിത്രമായ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ, രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ മജ്ലിസിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാം. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള മജ്ലിസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ഉൾപ്പെടെ 12,000 ബിസ്മിയുടെ അമൽ ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ അമലാണ്. ആ അമൽ ഉൾപ്പെടെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം അമലുകളൊക്കെ വളരെ സജീവമായിട്ട് എല്ലാവരും അതിലേക്കൊക്കെ അമലുകളൊക്കെ ചെയ്തു നോക്കുക. ഒരു തവണയെങ്കിലും പറയുന്ന അമലുകളൊക്കെ ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് ലഭിക്കും. ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം. നമ്മള് ഈ ഭൗതികതയിൽ അഭിരമിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള നമ്മുടെ മനസ്സും ചിന്തയൊക്കെ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ പ്രവർത്തികളൊക്കെ അകന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കുന്നത്. അപ്പൊ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ളൊരു മാർഗമാണ് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മറ്റൊരു മാർഗമാണ് അവന്റെ ഇസ്മുകളെ കൊണ്ട് നാം അമല് ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുക എന്ന് പറയുമ്പോൾ, പവിത്രമായ ഇസ്മുകൾ വിളിക്കുമ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കണം. യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ വിളിക്കണം. യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ് എന്ന് പറയുമ്പോൾ റഹ്മാനായ അല്ലാഹുവിനെ വിളിക്കണം. യാ റഹീം എന്ന് പറയുമ്പോൾ റഹീമായ അള്ളാഹുവിനെ വിളിക്കണം. അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹുവിലേക്ക് എടുക്കുക, തഖ്വയോടുകൂടെ ജീവിക്കുക. അള്ളാഹു നമ്മുടെ ശിഷ്ടകാലമുള്ള ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. ഇതിന് താഴേക്ക് ഒരുപാട് ആളുകൾ കോമന്റ് സെഷനിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അവരവരുടെ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുമ്പോൾ മനസ്സ് തട്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അപ്പോ ആ ദുആ ഒക്കെ ഖബൂലാകാൻ കാരണമാകും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരാൻ, വിളിക്കാൻ, ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് 10 മണിക്ക് ശേഷമാണ്, ഞായറാഴ്ച. അപ്പൊ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് വരാനുള്ള സമയം പറഞ്ഞുതരും, ആ ലൊക്കേഷൻ എന്തരും, ആ സമയത്തിനനുസരിച്ച് വരാവുന്നതാണ്. പബ്ലിക്കായിട്ട് നമ്മളൊരു സ്ഥലം പറയാത്തത്, പലരും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് എല്ലാവരെയും കൃത്യമായി നോക്കാൻ സാധിക്കാത്ത കാരണത്താലാണ്. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ടൊരു സ്ഥലം പറയാത്തത്. ഇൻഷാ അല്ലാഹ്
എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടുക, ബിസ്മി ഉൾപ്പെടെയുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ അമലുകളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ റബീഉൽ അവ്വലിന്റെ നമ്മുടെ മൗലിദ് സദസ്സ് ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ളവരെ അതും അറിയിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.